അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. ഇന്ന് നമ്മളിവിടെ വിശദീകരിക്കുന്നത് പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 27-ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അറിയോ മനുഷ്യ നീ അറിയണമേ, അല്ലാഹ് പിഴപ്പിക്കും ആരെയാണോ ചേർത്ത് നിർത്താനും പറഞ്ഞതല്ലാഹ് അവരും മുറിച്ചത് മാറ്റുമെന്ന. കുടുംബ ബന്ധത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. കുഴപ്പം ദുനിയാവിൽ അവരുണ്ടാക്കും, കൊള്ള കൊലയൊക്കെ പെരുത്ത് തന്നെ. സത്യം അറിഞ്ഞിട്ടും നിഷേധിച്ചവരാ വിജയം അവർക്കില്ലേ നരകത്തിലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين ينقضون عهد الله من بعد ميثاقه. അള്ളാഹുവുമായുള്ള പ്രതിജ്ഞ ഉറപ്പിച്ച ശേഷം അത് ലംഘിക്കുകയും ചെയ്യും. ഇവിടെ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് മനുഷ്യന് ഗുണദോഷങ്ങൾ തിരിച്ചറിയാനുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹു തുറന്നു കൊടുത്തിട്ടുണ്ട്. അവന് പഞ്ചേന്ദ്രിയങ്ങൾ നൽകി, ബുദ്ധി നൽകി. എല്ലാറ്റിനും ഉപരിയായി ദൈവിക നിർദ്ദേശങ്ങളും ഇപ്പോൾ അവന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ബോധമുണ്ട്. അപ്പോൾ നല്ലതേ പ്രവർത്തിക്കുകയുള്ളൂ, ചീത്തയൊന്നും പ്രവർത്തിക്കുകയില്ല എന്ന് അള്ളാഹുവിനോട് അവൻ പ്രതിജ്ഞ ചെയ്ത ഫലത്തിലായി. കാരണം എല്ലാ കാര്യങ്ങളും അവൻ അറിഞ്ഞു കഴിയും. അപ്പം നല്ലതേ പ്രവർത്തിക്കാവൂ എന്ന ഒരു പ്രതിജ്ഞ അവൻ എടുത്തിരിക്കുകയാണ്. ആ ഫലത്തിലായി എന്നാണ് അള്ളാഹു പറയുന്നത്. അടുത്ത ആയത്ത് നോക്കാം. വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല. സംഘടിപ്പിക്കാൻ അള്ളാഹു കൽപ്പിച്ചത് അവർ വേർപെടുത്തുകയും ചെയ്യും. ഇവിടെ കുടുംബ ബന്ധത്തെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ വിശദീകരണം നമുക്ക് നോക്കാം. പലരുമായും പല വസ്തുക്കളുമായും ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കുവാനാണ് അള്ളാഹു മനുഷ്യനോട് കൽപ്പിച്ചത്. ഉദാഹരണം, കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധം. കുടുംബങ്ങളുമായിട്ട് എത്ര പേരാണ് നല്ല അടുപ്പത്തിലുള്ളത്? പൈസയുടെ പേരിലോ വേറെന്തെങ്കിലും ചെറിയ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിലോ ഒക്കെ പിണങ്ങി കഴിയുന്നവരാണ്. മനസ്സിലാവും. അപ്പോൾ ആ കുടുംബ ബന്ധം അള്ളാഹു ചേർക്കാൻ പറഞ്ഞതാണ്. പക്ഷേ നമ്മൾ അത് മുറിക്കും. അങ്ങനെയുള്ളവരാണ് കുഴപ്പക്കാർ, അങ്ങനെയുള്ളവർക്കാണ് നരകം. അതാണ് അള്ളാഹു പറയുന്നത്. പിന്നെയോ മനുഷ്യവംശത്തിൻ്റെ മാർഗദർശികളായ പ്രവാചകന്മാർ മാർഗദർശികളായി വരും. അവരെയൊക്കെ പുച്ഛിച്ചു തരും. അവർ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയല്ല, ഇങ്ങനെയല്ല, അത് പുത്തംവാദമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയും. പിന്നെയോ സ്വസമുദായം, ആ സമുദായവുമായുള്ള ബന്ധം അവർ മുറിച്ചു കളയും. അപ്പം നമ്മളെല്ലാം മുസ്ലിമീങ്ങളല്ലേ, മുസ്ലിമീങ്ങളുമായിട്ടുള്ള ബന്ധം നമ്മൾ മുറിച്ചു കളയും.
ഒരുപാട് പേരുമായിട്ട് നമുക്കങ്ങനെ ബന്ധങ്ങളില്ല. നമ്മളിപ്പോൾ ഒരു ചെറിയ ബിസിനസ് ഇട്ടു, അവിടെ നമുക്ക് എത്ര നമ്മൾ സമുദായത്തിലുള്ള ആൾക്കാരുണ്ടാവും. നമ്മളൊരു മുതലാളിയാണ് എന്ന് കണക്കാക്കി, ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളി. അവിടെ സമുദായത്തിൽപ്പെട്ട എത്ര ആൾക്കാരാണ് ഈ മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്നത്? നമ്മളെല്ലാം വിശദീകരിക്കണം, മനസ്സിലാക്കണം. അള്ളാഹു എല്ലാം പറഞ്ഞ്, അള്ളാഹിൻ്റെ റസൂൽ വഴി പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോയത്. അതുകൊണ്ട് ആരും അങ്ങോട്ട് വെറുതെ അങ്ങ് ആഖിറത്തിലേക്ക് ചെന്ന് സ്വർഗം സമ്പാദിക്കാമെന്ന് ആരും മോഹിച്ചു പോകട്ടെ. അപ്പം നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ട എത്ര പേരുണ്ട് ജോലിക്കാർ? അള്ളാഹു എടുത്തെടുത്ത് പറയുകയാണ്. ഇതൊക്കെ നമ്മൾ വിശദീകരിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഖുർആൻ വിശദീകരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. എന്തെങ്കിലുമൊക്കെ വാത് കേൾക്കാൻ പോവും, അവരെന്തെങ്കിലുമൊക്കെ പറയും, അത് കേൾക്കും, അങ്ങ് പോവും. വിശദീകരണമൊന്നും ഇല്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ളവർക്കാണ് എന്നിട്ടതാ പറയണം, വയുഫ്സിദൂന ഫിൽ അർള്, ഭൂമിയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. മാത്രവുമാണോ ഉലൈക ഹുമുൽ ഖാസിറൂൻ, ഇങ്ങനെയുള്ളവരെയാണ് അള്ളാഹു വഴിതെറ്റിക്കുന്നത്. ഇവരെ മാത്രമേ അള്ളാഹു വഴിതെറ്റിക്കുകയുള്ളൂ. ഇവർക്ക് ജീവിത വിജയമേയില്ല. ഇവരുടെ ജീവിതങ്ങളെല്ലാം നഷ്ടത്തിലാണ്. ഇവർ വിചാരിച്ചു പോകും നമ്മൾ വിജയിച്ചവരാണെന്ന്. പക്ഷേ അവർ ആരും വിജയിച്ചവരല്ല നബിയേ എന്ന് ഉണർത്തുകയാണ് ഈ ആയത്തിൽ. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, സ്വസമുദായത്തെ നമ്മൾ അംഗീകരിക്കണം, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഭൂമിയിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്. നമ്മൾ സത്യം അറിഞ്ഞിട്ടും അത് കണ്ട ഭാവേന പോലും നടിക്കാതെ പോകുകയും അരുത്. അങ്ങനെയുള്ളവർക്ക് ഒരു വിജയവുമില്ല. നമുക്ക് തോന്നും നമ്മൾ വിജയിച്ചു എന്ന്. അള്ളാഹു നമ്മളെ എല്ലാവരെയും നാളെ ആഖിറത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ ഖുർആൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണവുമാണ് പറഞ്ഞത്. അതിലാർക്കും ഒരു കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.